വംശീയ അധിക്ഷേപത്തെ ഭയന്ന് UK ഗവൺമെന്റും പോലീസും 25 വർഷത്തോളം മൂടിവെച്ച ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും എന്താ പറയുക, ഈ ഒരു വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അനുയോജ്യനായ റിജുചേട്ടനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി മേക്ക് സെൻസ് മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ റിജുചേട്ടാ, വെൽക്കം ടു മേക്ക് സെൻസ് മീഡിയ. വെൽക്കം, സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കേരളീയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പൂഴ്ത്തിവെച്ച ഒരു വിഷയമാണ് ഇപ്പോൾ ഗ്രൂമിംഗ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു വരുന്നത്. അല്ലെ, ചേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് തന്നെ. അപ്പോൾ ചേട്ടൻ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വിഷയത്തെ അത്രയും കൂടുതലായിട്ട് എല്ലാ ജനങ്ങളിലേക്കും എത്തണമെന്ന രീതിയിൽ തന്നെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് ഇത് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത് ഒരു വളരെ ഞെട്ടിക്കുന്ന, തീർത്തും അസാധാരണമായ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതൊരു സാധാരണ റേപ്പ് കേസല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഗുണ്ടാ സംഘങ്ങളുണ്ടാവും, കൊട്ടേഷൻ സംഘങ്ങളുണ്ടാവും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അവർ ചെറിയ ചെറിയ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്നത് അതിൻ്റെ അതൊക്കെ തീർത്തും വ്യത്യസ്തരാണ്. നമ്മൾ നടുങ്ങിപ്പോയി അതിൻ്റെ റിപ്പോർട്ടുകൾ വായിച്ചാൽ. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു പീഡനം, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളെ KM ഷാജി പറഞ്ഞ വാക്ക് ഏതായാലും പൊന്നായി. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പം ബലാത്സംഗത്തിലും റേപ്പ് കേസിലും പ്രധാന പ്രശ്നം മതമാണ്. ഇതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ബ്രിട്ടനിൽ ഏകദേശം 2000 മുതൽ 2026 വരെയുള്ള വിവിധ ഘട്ടങ്ങളിലായി റോട്ടർഡാം പോലുള്ള സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, ലണ്ടൻ നഗരങ്ങളിലൊക്കെ നടന്ന ഒരു പ്രത്യേകതരം പീഡന പരമ്പരയാണ് ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ കുട്ടികളാണ് അതിലെ പ്രധാന ഇരകൾ. 13, 14, 15, 16 തൊട്ട് 18 താഴെയുള്ള കുട്ടികളാണ് പീഡനത്തിലെ പ്രധാന ഇരകൾ. ഒരു സംഘം ആളുകൾ, അതാണ് അവിടെ ഞെട്ടിക്കുന്നത്. ഇത് ഏത് സംഘമാണെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും 2.5 ലക്ഷത്തോളം പേരാണ് ഇതിൻ്റെ ഇരകൾ, പെൺകുട്ടികൾ. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആലോചിച്ച് നോക്കൂ. 25,000 അല്ല, 2.5 ലക്ഷം പേര് 25 കൊല്ലത്തിനുള്ളിൽ. അത് എന്നിട്ടും ബ്രിട്ടൻ പോലെ രാജ്യത്തെ തടയാൻ പറ്റിയിട്ടില്ല. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ റൂബർട്ട് ലോയോ എന്ന് പറയുന്ന ഒരാൾ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ കംപ്ലീറ്റ് വെച്ചിട്ട്. അപ്പോഴാണ് ഇത് വലിയ വാർത്തയാവുന്നതും. ഗാർഡിയൻ പോലത്തെ പത്രങ്ങൾ വാർത്തയാവുന്നു, വിദേശ പത്രങ്ങൾ എടുക്കുന്നു, BBC ഏറ്റെടുക്കുന്നു. പക്ഷേ കേരളത്തിൽ ദൗർഭാഗ്യവശാൽ ഒരു വരി പോലും വാർത്ത വന്നിട്ടുണ്ട്. വളരെ ഒരു റേപ്പ് കേസാക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഉണ്ടെന്നും വളരെ ലളിതമായ രീതിയിൽ മാത്രമേ കേരളത്തിൽ വാർത്ത വന്നിട്ടുള്ളൂ. ഇതിന്റെ ഭീകരത അത്രത്തോളം അവർ പരാമർശിച്ചിട്ടില്ല അല്ല. ഭീകരത ഒരു രീതിയിലും പരാമർശിക്കാതെയാണ് ഈ സംഭവം. ഇനി എന്താണ് ഇതിൻ്റെ ഭീകരതയിലേക്ക് വരാം. അതായത് പെൺകുട്ടികളെ ഇവർ പ്രത്യേക മോഡലിലാണ് വശീകരിക്കുന്നത്. അതായത് ഒരു കോഫി ഷോപ്പിലോ അങ്ങനത്തെ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പെൺകുട്ടി കണ്ടുമുട്ടുന്നു എന്നിരിക്കട്ടെ, ഒരു പുരുഷനെ കണ്ടുമുട്ടുകയാണ്. അയാൾ പിന്നെ സംഘടിതമായി ഇവരെ ചൂഷണം ചെയ്യാണ്. ഇത് ചൂഷണം ചെയ്യുന്നതിന് മുമ്പ് ഈ പുരുഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവരാരെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകൾ, വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ, ഈ ലിബറൽ സൊസൈറ്റിയിൽ പല പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്നൊക്കെയുള്ള ഒരു കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് മാതാപിതാക്കളുള്ള ഒരു എതിർപ്പുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നോക്കിയിട്ട് ഇവർ സെലക്ട് ചെയ്യണം ചെയ്യുന്നത്. അല്ലാണ്ട് റാൻഡമായിട്ട് ഇവരങ്ങോട്ട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തുകയും ആ പ്രണയം പിന്നെ പീഡനാവുകയല്ല. ഇവരൊരു ഗ്രൂപ്പുണ്ട്, അതായത് പാകിസ്ഥാനി വംശജരായ മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതെന്തുകൊണ്ടാണ് പാകിസ്ഥാനികൾ മാത്രം വരുന്നതെന്നൊക്കെയുള്ള പിന്നീട് പറയാം. ആദ്യം ഇതിൻ്റെ മോഡസ് ഓപ്പറൻഡി പറയാം. അപ്പോൾ സാമന്ത എന്ന് പറയുന്ന വ്യാജ പേരുള്ള ഒരു പെൺകുട്ടി ഇതിൻ്റെ ഇരയായിരുന്നു. അവളുടെ യഥാർത്ഥ പേര് പുറത്തു വിട്ടിട്ടില്ല. അവർ ഡെയിലി മെയിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നത്, ഈ സാമന്ത ഒരാളെ പരിചയപ്പെടുന്നത് ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ്. ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. സാമന്തയ്ക്ക് അന്ന് 14 15 വയസ്സേ പ്രായമുള്ളൂ. അങ്ങനെ അവർ അടുപ്പത്തിലാവുന്നു. മാന്യമായ പെരുമാറ്റമാണ് ചെറുപ്പക്കാരന്. അപ്പോൾ സാമന്ത അന്ന് വീട്ടുകാരുമായുള്ള കുറച്ച് പ്രശ്നത്തിലൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇയാൾ ക്രമേണ അടുക്കാൻ തുടങ്ങി. ഗിഫ്റ്റുകൾ തരുന്നു. വീട്ടുകാർ മൊബൈൽ ഫോൺ വിലക്കുമ്പോൾ ഇയാൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അങ്ങനെ പ്രീതി പറ്റി ഇവൻ ആദ്യം ചെയ്തത് ഈ വീട്ടുകാരുമായിട്ടും നല്ല സുഹൃത്തുക്കളുമായുള്ള ഈ കുട്ടിയുടെ ബന്ധത്തെ അങ്ങോട്ട് തകർക്കുക ചെയ്ത്. ഇവൻ ഈ വിഷം ഇങ്ങനെ കുത്തിവെക്കാൻ തുടങ്ങി കുട്ടിയുടെ മനസ്സിലേക്ക്. നിൻ്റെ വീട്ടുകാർ നിന്നെ സ്നേഹിക്കുന്നില്ല, നിൻ്റെ സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്തുക്കളാണോ, അവർ നിൻ്റെ കൂടെ നിൽക്കണ്ടേ, നിൻ്റെ പ്രശ്നം കൊടുക്കണ്ടേ. അങ്ങനെ കുട്ടി വീട്ടുകാരുമായി ഡിറ്റാച്ചായി, കുട്ടിയുടെ നല്ല സുഹൃത്തുക്കളും ഡിറ്റാച്ചായി. ഇവർ കറങ്ങാൻ തുടങ്ങി. ആ ഒരു ഏജ് ആയതുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തു. ഇതൊരാളുടെ കേസല്ല. ഇത് ഇങ്ങനെയൊരു സ്ട്രാറ്റജി പോലെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ സമയം ആവർത്തിക്കാണ്. ഈ ഒരൊറ്റ മോഡസ് ഓപ്പറൻഡി വെച്ചാണ് ഇവർ പിടിക്കുന്നത്. എന്നിട്ട് പിന്നെ അടുത്ത സെക്ഷൻ എന്താണ്, UK ടാക്സികൾക്ക് അതിന് ശേഷമാണ് വലിയ ബാൻ വന്നത്. ഏത് സമയത്ത് UK ടാക്സികൾ ഉണ്ടാവും. ഈ ടാക്സിയിൽ വെച്ചാണ് പല പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടത്. ആദ്യം ഒരാൾ പീഡിപ്പിക്കും,
പിന്നെ അയാൾ ഈ കുട്ടികളെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കും. പിന്നെ അവർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും. പിന്നെ മെത്തഡിൻ മറ്റേ ഇതുണ്ടല്ലോ സിന്തറ്റിക് ലഹരികൾ, മോർഫിൻ, രാസലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങും. മദ്യപാന പാർട്ടികൾ കൊണ്ടുപോകും. ആദ്യം ഒരാളായിരിക്കും, പിന്നെ ഇവർ അങ്ങനെ 27-28 പേർ മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടികൾ വരെയുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ മാനഭംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ഇവരൊരു ചിന്ത ഇട്ട് കളയും. ഇത് നിൻ്റെ കുറ്റമാണ്, ഇത് നിൻ്റെ കൂടി കുറ്റമാണ്, ഇത് പുറത്ത് പറഞ്ഞാൽ നീ കൂടി പ്രതിയാവും, ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടുപോയതല്ല. സത്യത്തിൽ ഇതൊരു കെണിയാണെന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കാമെന്നേക്കും കാലം വൈകി. ഇങ്ങനെ പാകിസ്ഥാനി ഈ പിടിക്കപ്പെട്ടവരിൽ 97% പാകിസ്ഥാനി വംശജരായ ബ്രിട്ടീഷ് പൗരന്മാരാണ്. അവരുടെ പുതിയ തലമുറ അവരാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചത്. ഓരോരോ സ്ഥലത്തും 2000-3000 കേസുകൾ. അങ്ങനെ 25 വർഷത്തെ ചരിത്രമാണ്. 2.5 ലക്ഷം പേര് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ബ്രിട്ടൻ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന വാർത്തയാണ്. ആ വാർത്തയോട് വളരെ ഉദാസീനമായ സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. ഈ മോർഫിൻ പോലുള്ള അല്ലെങ്കിൽ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ നമ്മൾ അവർ കൊടുക്കുമ്പോൾ അതൊരു ഈ കുട്ടികളെ വൈകാരികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടുത്തൽ, അതാണോ അവർ ലക്ഷ്യം വെക്കുന്നത്? അതെ, അതാണ്. അങ്ങനത്തെ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്താണ് പോകുന്നത്. അതായത് ഒരു സ്ട്രോങ് ആയൊരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു നമ്പർ ഇറക്കില്ല. അവർ കൃത്യമായി പഠിച്ചാണ്. അല്ലാതെ ഇവർ പ്രണയം അങ്ങോട്ട് ഒരു കെണിയിലേക്ക് പോവല്ല. ആദ്യമേ തന്നെ ചിലന്തി ഇര പിടിക്കുന്ന പോലെ കൃത്യമായി സാമൂഹിക സാഹചര്യങ്ങൾ നോക്കി ആ കുട്ടി വൾണറബിൾ ആണെന്ന് കണ്ടെത്തിയിട്ടാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ലഹരിക്ക് അടിമയാക്കുന്നത് മാത്രമല്ല, ഈ ലഹരി കടത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും ഭീകരമായ വശം അവിടെയല്ല കിടക്കുന്നത്. അതായത് ഈ പാകിസ്ഥാനി യുവാക്കളിൽ, മുസ്ലിം വംശജരായ പാകിസ്ഥാനി യുവാക്കളിൽ നല്ലൊരു ശതമാനം അവർ ലഹരി ഉപയോഗിക്കില്ല. അവർ ലഹരി ഉപയോഗിക്കാതെ എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് ലഹരി ഉപയോഗിപ്പിക്കുകയും ലഹരി വിൽപ്പിക്കുകയും അതിൻ്റെ ലാഭം എടുക്കുകയും ചെയ്യും. അവർക്കത് മതപരമായ വിലക്കുള്ളതുകൊണ്ട് അത് ഹറാമാണ്. അവർ മദ്യപിക്കില്ല, പക്ഷെ അവർ പാർട്ടിയിൽ പോകും. അവർ ഈ പാർട്ടിയിൽ പോയി മറ്റുള്ളവരെ കുടിപ്പിക്കും, എന്നിട്ട് കുടിക്കുന്നത് അഭിനയിക്കും, ലിബറൽസ് ആണെന്ന് അഭിനയിക്കും. പിന്നെ മറ്റൊരു കാര്യം, റോബർട്ടിൻ്റെ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെപ്പോഴും ഒരു ഇരവാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ മതം നോക്കൂ, എത്ര നല്ല മതമാണ്, നിങ്ങളുടെ മതത്തിൽ എന്താണുള്ളത്, നിങ്ങൾ ലിബറൽ സൊസൈറ്റീൻ്റെ കുറ്റങ്ങൾ നിരന്തരമായി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബ്ലെയിം തോട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശരിയല്ല, ആധുനിക ലോകം ശരിയല്ല, പാശ്ചാത്യ ലോകം ശരിയല്ല, ഇസ്ലാമാണ് ശരി. കുറേ പേര് ഇവരങ്ങനെ മതം മാറ്റി എടുത്തിട്ടുമുണ്ട്, അതും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും അവിടെ മതം ഒരു പ്രധാന ഘടകം അല്ലാത്തതുകൊണ്ടായിരിക്കും മതം മാറിയിട്ടില്ല. ഇങ്ങനെ വളരെ ആസൂത്രിതമായി നെറ്റ്വർക്കിലാക്കിയിട്ടാണ് ഈ കെണി നടക്കുന്നത്. ഈ ബ്രിട്ടൻ പോലുള്ള രാജ്യത്തെ തിരഞ്ഞെടുത്തത് ചിലപ്പോൾ അത് മതേതര രാജ്യങ്ങൾ, ആ ബ്രിട്ടൻ പോലുള്ള മതേതര രാജ്യങ്ങളിലെ ആ ഒരു സ്വാതന്ത്ര്യമില്ലേ, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടിതമായ ഒരു വേട്ടയാടൽ ഇതിന് നമുക്ക് പറഞ്ഞൂടെ? സത്യമായിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ജനാധിപത്യത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവിടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കുട്ടികൾക്ക് കുട്ടികളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ഇടപെടില്ല. ഇപ്പോൾ കുട്ടികൾ പോലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പാർട്ട് ടൈം ജോലിക്ക് കഴിഞ്ഞിട്ടാണ് കോളേജ് വിദ്യാർത്ഥികളൊക്കെ പണം കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരാത ജീവികളെ പോലെ മാതാപിതാക്കളുടെ സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി എന്നുള്ള വാക്ക്, ഫ്രീഡം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് കവച്ചു വെക്കാൻ പറ്റൂല. ലിബർട്ടിയാണ് അവിടെ ഉള്ളത്, നമുക്കാണ് ഫ്രീഡം ഉള്ളത്. നമുക്ക് പുറത്ത് പോകണം, അച്ഛനോട് ചോദിക്കണം, അത് ഫ്രീഡമാണ്. ലിബർട്ടി പറയുന്നത് വേറൊരു സാധനമാണ്. അതിനെ എന്താണ് മലയാള തർജ്ജമ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഉന്മാദാവസ്ഥയാണ് ശരിക്കും ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിബർട്ടി ഉള്ള കുട്ടികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് വ്യക്തിത്വമുണ്ട്, അഭിപ്രായമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരങ്ങനെ അടുത്ത് കൂടിയിട്ട് ഇവർ ചെയ്യുന്ന വേറൊരു കെണി, ഈ മതം കുത്തിവെക്കുന്നതെന്ന് മാത്രമല്ല, മറ്റൊരു കെണി കൂടിയുള്ളത് ഈ വിക്ടിമൈസേഷൻ്റെ വേറൊരു ഇരകൾ. ഇവർ പലരും വിറ്റിട്ട് പോലും ഉണ്ട്. അതായത് ഈ റോട്ടർഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന പരിപാടി നടന്നത്, ഈ ഗ്രൂമിംഗ് ഗ്യാങ് നടന്നത്. അവിടുത്തെ കുട്ടികൾ പലരും പിൽക്കാലത്ത് പത്രക്കാരോടും ചാനൽ 4 ഒരു പരമ്പര തന്നെ ചെയ്യാറാക്കി. ചാനൽ 4 എന്ന വലിയൊരു ചാനലാണ് അവിടുത്തെ. റിച്ചാർഡ് ഡോക്കിൻസൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു ചാനൽ 4. അവരുടെ ഒരു വലിയ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഡോക്യുമെൻ്ററി എടുത്തു ഈ വിക്ടിംസിനെ പോയി കണ്ടിട്ട്. അപ്പോൾ അത് ബ്രിട്ടീഷ് സർക്കാർ സംപ്രേഷണം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. കാരണം എന്താണ് അറിയോ? ഇസ്ലാമോഫോബിയ പരത്തുന്നു. ഇവിടെ പിടിക്കപ്പെട്ട പല യുവാക്കളെയും പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങൾ കയ്യിൽ മുസ്ലിം കാർഡ് ഉണ്ടല്ലോ. അതായത് ഈ അത് അവിടെ ഒരു വലിയൊരു ചിന്തയായിരുന്നു ബ്രിട്ടനിൽ. ഈ ഒരാളെ മതത്തിൻ്റെ പേരിൽ മാർജിനലൈസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഒരു വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയാവും. അപ്പം തുടങ്ങും കരച്ചിൽ, ഇസ്ലാമോഫോബിയ പരത്തുന്നേ, മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നേ, മുസ്ലിങ്ങൾ മാത്രമാണോ പ്രതി, എത്ര ഗ്യാങ് റേപ്പുകൾ ലോകത്തെല്ലാവരും നടത്തുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പേരിൽ മാത്രം പാഞ്ഞു കയറുന്നത്? ഇങ്ങനെ ഇരക്കാർഡ് എടുക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഈ റോബർട്ട് ലോപ്പയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പറയുന്നത്, ഈ പ്രതികൾ ഇത് അറിഞ്ഞുകൊണ്ടിനാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇരവാദ കാർഡ് ഉണ്ട്,
ഉണ്ടെന്നും ഞങ്ങളെ തൊടാൻ ആളുകൾ മടിക്കുമെന്നും വംശീയമായ രീതിയിൽ ഇത് ചേരിതിരിയുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നവർ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലരും ഈയിടെ ഒരാൾ പറഞ്ഞ ഒരു ഹോട്ടലിൽ ഒരു മോഷണം നടന്നപ്പോൾ അതിൻ്റെ സസ്പെക്റ്റുകളെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ശുദ്ധമായ ഇരവാദക്കാട് ഇറക്കുകയാണ്. അവനായിരുന്നില്ല പ്രതി, പക്ഷെ അവനെ പരിശോധനയിൽ നിന്ന് വിട്ടു വെക്കാൻ വേണ്ടിയിട്ട് അവൻ ചോദിക്കുക, എൻ്റെ പേര് കാരണമാണോ നിങ്ങൾ എന്നെ പരിശോധിക്കുന്നതെന്നാണ്. പേര് കാരണമല്ല, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിക്ടിം കാർഡ് ഇന്ത്യയിലും വ്യാപകമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരെ ഭയക്കേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂരിലെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ 24 വയസ്സുകാരിനെയാണ് ഇതേപോലെ ഫോഴ്സ് ടു കൺവേർട്ടാണ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ന്യൂസ് വന്നതിൽ തന്നെ എങ്ങനെയാണ് പറയുന്നത്, ഷീ ഈസ് ഡ്രഗ്ഡ്, ഷീ ഈസ് റേപ്ഡ്, ഷീ ഈസ് ബ്ലാക്ക് മെയിൽഡ് ആൻഡ് ഷീ ഈസ് ഫോഴ്സ് ടു കൺവേർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകാരികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലിലൂടെയാണ് ഇവരെ ഇതുപോലെ സൈലൻ്റ് ആക്കി നിർത്തുന്നത്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ചേട്ടൻ എന്താ തോന്നിയത്? ഇപ്പോൾ ആ ഒരു ഗ്രൂമിങ് ഗ്യാങ്ങുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും ഗ്രൂമിങ് ഗ്യാങ്ങെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നോട്ടാണ് കേരളത്തിൽ നടന്നു എന്ന് പറയുന്ന ലവ് ജിഹാദ്. ഇപ്പോൾ കേരള സ്റ്റോറി സിനിമേൻ്റെ പൊട്ടത്തരം എന്താണ്, കേരളം മൊത്തം ലവ് ജിഹാദാണെന്നുള്ള രീതിയിലാണ് അവരെടുത്ത് 2 ലക്ഷം ആളുകൾ കേരളത്തിൽ നിന്ന് പോയിന്നും 10-15,000 കേസുകൾ മലബാറിൽ മാത്രം ഉണ്ടായെന്നുള്ള അതൊരു പ്രൊപ്പഗൻഡയാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ലവ് ജിഹാദ്. ഇപ്പോൾ നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടി, പല പെൺകുട്ടികളും, മെറിൻ സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഐസിസിൽ പോയി ഇപ്പോൾ ഐസിസ് വധുക്കളായി. ഐസിസ് വധുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മതം മാറി, അതായത് നിമിഷ മതം മാറി ഫാത്തിമയായി, അവൾ വേറൊരു കല്യാണം കഴിച്ചു, എന്നിട്ട് അവിടെ പോയി, അവിടെ സിറിയയിൽ പോയി, ഐസിസിന് വേണ്ടി പോയി, അവിടുന്ന് ഭർത്താവ് പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഐസിസ് വിഡോസ്, ഐസിസ് വിധവകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ സിറിയയിലും അഫ്ഗാനിലും ഒക്കെ കുരുങ്ങി കിടക്കുകയാണ്. അവരുടെ മോഡസ് ഓപ്പറൻഡി നോക്കുക, സെയിമാണ്. ആദ്യം പ്രണയം, പിന്നെ പീഡനം, പിന്നെ അവർ അവിടെ പോയിട്ട് എല്ലാവരുടെയും ഭാര്യമാരെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡസ് ഓപ്പറൻഡി തുല്യമാണ്. കേരളത്തിൽ നടന്നു എന്ന് പറയുന്ന ലവ് ജിഹാദിൻ്റെ ഒരു സ്വഭാവം നോക്കുക. ഏതെങ്കിലും ഹോമിയോ കോളേജിലൊക്കെ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു, അവിടെ ചുറ്റുമുള്ള എല്ലാവരും ഇതാണ് ഗ്രൂമിങ് ഗ്യാങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഗ്രൂമിങ് ഗ്യാങ്ങിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരൊക്കെ ഒരേപോലെ പെരുമാറും, നിങ്ങളോട് ഭയങ്കരമായി എമ്പത്തറ്റിക് ആവും, കാരുണ്യം കാണിക്കും. നമ്മുടെ മതം അങ്ങനെയാണ്, നമ്മുടെ മതം ഇത് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്, നമ്മുടെ മതം സ്നേഹമാണ്, നമ്മുടെ മതം കാരുണ്യമാണ്, ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹോമിയോ കോളേജിലും ഡെൻ്റൽ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ കുട്ടികളെ അവിടുത്തെ സ്ത്രീകളാണ് ആദ്യം മതം മാറ്റുന്നത്. ഈ പെൺകുട്ടികളുമായി അടുത്തടുത്ത് അവർ മാറുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മറ്റൊന്ന് കാണാം. ഈ കേരളത്തിൽ നിന്ന് ലവ് ജിഹാദിൽ പെട്ടുപോയി എന്ന് പറയുന്ന, ഞാൻ പറയുന്നു എന്നാണ് പറയുന്നത്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമൊന്നുമില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ഒക്കെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമായിരിക്കും. ശ്രദ്ധിച്ചാൽ അത് ഇടതുപക്ഷക്കാർ ശോഭിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് തന്നെയാണ് ബ്രിട്ടനിൽ വന്നത്. ബ്രിട്ടനിലും ഇങ്ങനെ ഒരു പശ്ചാത്തലം കാരണം വെച്ചാൽ അവർക്ക് മതത്തെ ക്രിട്ടിക്കലായി വിലയിരുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരെല്ലാ മതങ്ങളും നന്മയാണ്, എല്ലാ മതങ്ങളും എന്തോ വലിയ ചക്കരയാണെന്നുള്ളൊരു ചിന്ത ഉള്ളിൽ കൂടെ കൊണ്ടുനടക്കുന്നു. ഇതാണ് ഈ ലിബറൽ പെൺകുട്ടികൾക്ക് വലിയ വിനയായത്. എല്ലാ മതങ്ങളും നന്നാണ്, എല്ലാ മതങ്ങളും നന്മയുണ്ട്. നമ്മൾ തിരിച്ചാ പറയുന്നത്, ഒരു മതം ഒരു പുണ്ണാക്കുമല്ല. ഒരു മതത്തെ അടുപ്പിക്കരുത്. പൊതുസമൂഹത്തിലേക്ക് ഇത്രയും ലോകത്തിൽ ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും മോശം സാധനമാണ് മതം. ഇത് 1 സെൻറ്റിമീറ്റർ പോലും പൊതുസമൂഹത്തിലേക്ക് കയറരുത് എന്നാണ് നമ്മൾ പറയുന്നത്. മതം വേറെ, രാഷ്ട്രീയം വേറെ, വിദ്യാഭ്യാസം വേറെ, മതം ഒരു തുള്ളി പോലും കലരരുത് പൊതുസമൂഹത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ലിബറലിസ്റ്റുകൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഏത് മതത്തിൻ്റെ അസിമിലേഷൻ. ഈ അസിമിലേഷൻ വെച്ചാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുട്ടികൾ അകത്തായതെന്ന് പറയുന്നത്, അവർക്കിതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവർ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പ ഉണ്ടായി കൊണ്ടുവരികയാണ്. അത് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റാതെ ഒരു ബ്രെയിൻ വാഷ്ഡ് ആവുകയാണ്. ഇവർക്ക് പെട്ടെന്ന് ബ്രെയിൻ വാഷ്ഡ് ആവും. എല്ലാ മതങ്ങളും നന്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ ഒരു കള്ളക്കഥകൾ കേട്ടാൽ, ഇസ്ലാമിൻ്റെ കൂട്ടായ്മ എങ്ങനെയാണ്, എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഒന്നിച്ചുറങ്ങുന്നു, ഇങ്ങനെയുള്ള രീതിയിലുള്ള കഥകൾ വെച്ചിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഗ്രൂമിങ് ഗ്യാങ്ങിൽ സംഭവിച്ചത്. ഒരു തവണ ഗ്രൂമിങ് ഗ്യാങ്ങിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരാളോട് പ്രണയമുണ്ട്, ഇപ്പോൾ മാറാൻ വയ്യ, ആ മറ്റുള്ളവർ അതുപോലെ പ്രോത്സാഹിപ്പിക്കും. ചിലവരൊക്കെ മതം മാറ്റി തട്ടിക്ക് ഉപേക്ഷിച്ച് കളഞ്ഞു. ഭൂരിഭാഗം പേരെ അവിടെ മതം മാറ്റിയിട്ടില്ല, അവരെ സെക്സായിരുന്നു അവിടെ പ്രധാന പരിപാടി. അത് ഒരുത്തൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അത് മറ്റുള്ളവർക്ക് കൈമാറാണ്. അങ്ങനെ 25-26 ആളുകളുടെ കൂടെ കൈമാറപ്പെട്ട പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർക്കറിയില്ല, അവർ വിക്റ്റിമാണെന്ന് പോലും അവർക്കറിയില്ല. അവരുടെ സമ്മതത്തോടു കൂടിയാണെന്നാണ് അവരെ മനസ്സിൽ ധരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സിനെ തുറന്നെടുക്കുന്ന ലോക ചരിത്രത്തിലെ അപൂർവമായൊരു സംഭവമാണ് ബ്രിട്ടനിൽ നടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ
ബ്രിട്ടനിലെ കാര്യം നോക്കുമ്പോൾ പ്രിവെൻറ്റ് പോലുള്ള ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോഴും ഇതുപോലുള്ള ഗ്രൂമിങ് ഗ്യാങ്ങുകൾ ഇങ്ങനെ കൂടി വരാനായിട്ടുള്ള? അതെ, ഈ ഗ്രൂമിങ് ഗ്യാങ്ങുകളുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് പ്രിവെന്റ് അടക്കമുള്ള പരിപാടികൾ ശക്തമായത്. അത് 2010 മുതലാണ് ഇത് വരാൻ തുടങ്ങി. 2011 ചാനൽ 4 ഡോക്യുമെന്ററി വരുന്നത്. 2014 വേറെ പ്രമുഖമായ റിപ്പോർട്ട് വരുന്നത്. ഇത് ഒന്നിച്ച് 2.5 ലക്ഷം പേരുടെ കഥ പുറത്തു വരില്ല. 25 വർഷമായി ഘട്ടം ഘട്ടമായിട്ടാണ് പുറത്തു വരുന്നത്. അതിൻ്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ബ്രിട്ടൻ വളരെ അവെയറാണ്. ബ്രിട്ടൻ അവെയറാണെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു ജിഹാദി പ്രവർത്തനം നടക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കുറ്റകരമാണ്. നിങ്ങൾക്കറിയാം ഒരു ജിഹാദി പ്രവർത്തനം സ്ഥലത്ത് നടത്തുന്നുണ്ട്, ഒരു കുട്ടിയെ മതം മാറ്റാനുള്ള പരിപാടി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്തില്ല, അവിടെ കുറ്റകരമാണ്. അപ്പോൾ ആ രീതിയിൽ ബ്രിട്ടൻ മാറാനുണ്ടായ ഒരു കാരണം ഈ ഗ്രൂമിംഗ് ഗാങ്ങുകളുടെ കാര്യമാണ്. പക്ഷേ ഈ ഗ്രൂമിംഗ് ഗാങ്ങുകളെ കുറിച്ച് ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ വലിയ ഡിബേറ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലിബറൽ സമൂഹം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അമിതമായ സ്വാതന്ത്ര്യങ്ങൾ ഇത് വലിയൊരു വിനയായി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് യാഥാർത്ഥ്യമാവുന്നത് മതമൗലികവാദികൾ അതൊക്കെ മുതലെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അങ്ങനെ തന്നെ പ്രശ്നമുണ്ട്. അവർ ഈ ഇസ്ലാമോഫോബിയയെ കൃത്യമായി ഒരു പരിചയമാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം വോഡ്ക അടിക്കുന്ന ആളുകളെ ഉണ്ടാവും, ബക്കാർഡി അടിക്കുന്നവരുണ്ടാവും, മറ്റ് പലതരത്തിലുള്ള മദ്യബ്രാൻഡുകളുണ്ട്. നമ്മളെല്ലാ മദ്യങ്ങളും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ്. എന്നാൽ വീര്യം കൂടിയൊരു മദ്യത്തെയാണ് നമ്മൾ ഏറ്റവും ശക്തമായി എതിർക്കുക. അപ്പോൾ അവർ പറയുകയാണ്, കണ്ടോ ഇവൻ വോഡ്ക ഫോബിയ പരത്താണ്. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു പരിചയം ഉണ്ടാക്കി. ഇത് UK വ്യാപകമായിരുന്നു അക്കാലത്ത്. UK അത് അതിവ്യാപകമായിരുന്നു. വംശീയ ന്യൂനപക്ഷങ്ങളെ തൊടാൻ പാടില്ല, അവരെ മുൻവിധിയോടെ പെരുമാറാൻ പാടില്ല, അങ്ങനെ സസ്പെൻഷനായ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. ഈ ഗ്രൂമിംഗ് ഗ്യാങ് ഇത് ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ ഞങ്ങളെ വംശീയ മുൻവിധിയോട് കൂടി സമീപിക്കുന്നവന്ന് പരാതി കൊടുത്തിട്ടൊക്കെ. അപ്പോൾ അത് വളരെ ആസൂത്രിതമായൊരു നെറ്റ്വർക്ക് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് വരുന്നത് കൃത്യമായിട്ടുള്ള മതബോധം ഇല്ലാത്തിൽ നിന്നാണ്. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെല്ലാ മതങ്ങളും ഒരുപോലെ വിമർശിക്കുന്നതുകൊണ്ടും എല്ലാ മതങ്ങളുടെ വിഷവും ഒരുപോലെ പറയുന്നതുകൊണ്ടും ഈ മതവിഷം നമ്മുടെ അടുത്തേക്ക് കടത്താൻ പറ്റില്ല. ഇത് അങ്ങനെയൊന്നല്ല. അവിടെയാണ് നമ്മൾ ആരിഫ് ഹുസൈനെ പോലത്തെ ആളുകളെ അവർ ചെയ്യുന്നത് ശരിക്കും ഡീറാഡിക്കലേഷൻ പ്രോഗ്രാമാണ്. പിന്നെ ബ്രിട്ടൻ ഇങ്ങനത്തെ ഇരകളെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുന്നത് വെച്ചാൽ അതും ഭയങ്കര രസമാണ്. അത് നമ്മൾ ആരിഫിനെ പോലത്തെ ആളുകളൊക്കെ കൊണ്ടെടുത്തിട്ട് കൗൺസിൽ ചെയ്തെടുത്തിട്ട് മതങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പഠിപ്പിച്ചിട്ട് ഇവർ പറയുന്നതൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചിട്ട് ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞല്ലോ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ആരിഫിനെ പോലത്തെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഉപകാരം എന്ന് പറയുന്നത് ഈ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കോയ കോളിംഗ് എന്ന് പറയുന്ന ആരിഫിൻ്റെ പരിപാടിയിലേക്ക് ആലുവയിൽ നിന്നുള്ള പെൺകുട്ടി വിളിച്ചു. ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ അതേ സിനാരിയോ അല്ല അവിടെ നടന്നത്. അവർക്ക് ആലുവയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. സഹപ്രവർത്തകരെല്ലാം കൂടി ഇസ്ലാമാണെന്നല്ല എന്ത് പറഞ്ഞാലും ഇസ്ലാം അങ്ങനെ. അതിൻ്റെ ഇടയിൽ ആ പാവത്തിന് പ്രേമം തുടങ്ങി. ആ പ്രേമിച്ച അയാൾ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നത്. നോക്കണം, സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതൊരു ആക്സെപ്റ്റൻസ് കിട്ടുമെന്ന് വിചാരിച്ച് മതം മാറ്റുന്നു. നിങ്ങൾ 2 പേർ പ്രണയത്തിലാണെങ്കിൽ അതിൽ മതത്തിന് എന്ത് കാര്യമെന്ന് ചോദിക്കാനുള്ള ബുദ്ധി ആ കുട്ടിക്കില്ല. അതിന് ശേഷമാണ് കോയ കോളിംഗ് കാണുന്നത്. ഇന്നായിരുന്നെങ്കിൽ നടക്കില്ല. അപ്പം ആരിഫിനെ പോലത്തെ ആളുകളുടെ പ്രവർത്തനം ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് യുവതികളെ പോലും ഇത്തരം ലവ് ജിഹാദ് പോലത്തെ സാധനങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. അവരാണ് ഇവിടെ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കോടികളുടെ പണം കൊടുത്ത് നടത്തുന്ന പരിപാടി ആരിഫിനെ പോലത്തെ ആളുകൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അധിക്ഷേപങ്ങൾ തന്നെയാണല്ലോ ഉണ്ടാവുന്നത്. മതത്തിനെതിരായി സംസാരിക്കുന്നു, പിന്നെ ഇതുപോലെ പെൺകുട്ടികളുടെ മനസ്സ് മാറ്റുന്നു, അതുപോലെ തന്നെയല്ലേ പറഞ്ഞു. അത് സ്വാഭാവികമാണ്. അതുവരെ ഒരു പരിചയമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു പരിചയം ഇട്ടിട്ട് അതിനെ തടയണം. ബ്രിട്ടനിൽ തന്നെയാണ് സംഭവിച്ചത്. ബ്രിട്ടനിൽ സെയിം സിനാരിയോ ആയിരുന്നു. എന്ത് പറഞ്ഞാലും ഞങ്ങളെ തൊടുന്നേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ എന്തായി സംഭവം? ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കടന്നാൽ, അതായത് എന്തുകൊണ്ടാണ് ഇതിൽ പാകിസ്ഥാൻ മുസ്ലിങ്ങൾ മാത്രം പെടുന്നതെന്നാണ്. 97% പാകിസ്ഥാൻ മുസ്ലിങ്ങളാണ് പറഞ്ഞല്ലോ. ബ്രിട്ടനിൽ 39 ലക്ഷം ത്തോളം ആളുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അതിൽ 16 ലക്ഷത്തോടാണ് പാകിസ്ഥാൻ വംശജരുള്ളത്. അപ്പോൾ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എല്ലാ മുസ്ലിങ്ങളും ഇത് മതപ്രേരിതമായ ഒരു പീഡനമാണെങ്കിൽ, മതപ്രേരിതമായ ഒരു ബലാത്സംഗമാണെങ്കിൽ മറ്റു മുസ്ലിങ്ങളില്ലേ, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അതിൻ്റെ മറുപടി വളരെ കൃത്യമായ റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയത് പാകിസ്ഥാൻ മുസ്ലിങ്ങളാണ് ഏറ്റവും മതമൗലികവാദപരമായി ചിന്തിക്കുന്നത്. മതം പറയുന്ന അതേ രീതിയിൽ ജീവിക്കുന്നതാണ്.
അവരാണ്. ശുദ്ധമായ മതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഭീകരതയാണ്. മറ്റ് രാജ്യങ്ങളിൽ വന്ന അൾജീരിയൻ വംശജരുണ്ട്, മൊറോക്കോ വംശജരുണ്ട്, ഇന്ത്യയിൽ നിന്ന് പോയവരുണ്ട്, ഈവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയ സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ട്. അവർ പോലും മതത്തെ അങ്ങനെ കൊണ്ട് കൊണ്ടുനടക്കുന്നില്ല. എന്നാൽ പാകിസ്ഥാനി മുസ്ലിംസ് എന്താണ് ചെയ്യുന്നത്? അവർ അവിടെ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ ഒരു ലണ്ടനിലെ ഡോക്ടറായിരിക്കും, പക്ഷേ അയാൾ 6-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അയാൾ മസ്തിഷ്കം അവിടെയാണ് കിടക്കുന്നത്. അയാൾ മതകഥകളാണ് ഫോളോ ചെയ്യുന്നത്. അയാളുടെ ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ 16 വയസ്സോ 18 വയസ്സോ അല്ല. സർക്കാർ നിശ്ചയിക്കുന്ന ഏജ് ഓഫ് കൺസെൻറ്റ് അല്ല, അവരുടെ കൺസെൻറ്റ്. അവരുടെ മതകഥ പ്രകാരം ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോഴും 1500 വർഷങ്ങൾക്ക് പിറകിൽ, ഇപ്പോൾ 1500 വർഷം ആ മതകഥയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാരും പ്ലാൻ ചെയ്തുണ്ടാക്കിയല്ല. ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളികളിൽ നിന്ന് ആഹ്വാനം ചെയ്യുകയോ മുസ്ലിം സംഘടനകളെല്ലാം കൂടി പറയുക നിങ്ങളിപ്പോൾ നാളെ പോയി ബ്രിട്ടീഷ് പെൺകുട്ടികളെ അങ്ങോട്ട് പീഡിപ്പിച്ചോളൂടോ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായതല്ല. അവർ പല ഇതിലും പറയുന്നുണ്ട്. അവർ ബ്രിട്ടീഷ് പെൺകുട്ടികൾ ക്രിസ്ത്യാനികളെ മാത്രമേ ഭൂരിഭാഗം ടാർഗറ്റ് ചെയ്യുള്ളൂ. ഈ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ ഒരാൾ മാറി പ്രേമിച്ചൊക്കെ പോകും. പേരൊക്കെ സംശയത്തിന് പേര് അങ്ങനെയാണ് അവരത് ഒഴിവാക്കി കളയുന്നുണ്ട്. ഇല്ല, വെള്ളക്കാരായ മുസ്ലിങ്ങളെ മാത്രമല്ലേ മാത്രമാണ് ഇതിൻ്റെ ഇരകളാവുന്നത്. ഇതിൻ്റെ ഇരകളാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ബോധമുള്ളതുകൊണ്ടാണ്. അതായത് ഇവർക്ക് പലരും സമ്മതിച്ച കാര്യം കൂടിയാണിത്. അതായത് ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പല ആളുകളും ഈ സെക്സ് ചെയ്യുമ്പോൾ കോണ്ടമോ അങ്ങനെ മറ്റ് ഗർഭനിരോധന മാർഗങ്ങളോ ഉപയോഗിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ അതെങ്കിലും വംശവർദ്ധനയ്ക്ക് ഉപയോഗിക്കാം. അതാണ് മതപ്പണി. മത അബോധമായി വർക്ക് ചെയ്യാണ്. അല്ലാണ്ട് ഏതൊരു ഗുഹയിൽ ഇരുന്നിട്ട് ബിൻ ലാദൻ ആഹ്വാനം ചെയ്യുമോ അല്ലെങ്കിൽ എല്ലാ മൗലവിമാരോട് യോഗം വിളിച്ച് നമ്മളിതാ ഈ രാജ്യത്ത് എത്തിയിട്ടുണ്ട്, ഇനി നമ്മളിവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കണം, നിങ്ങൾ അങ്ങോട്ട് കയറി മേഞ്ഞോളിവിടെ ഒന്ന് പറയുകയല്ല ചെയ്യുന്നത്. അബോധമായി വർക്ക് ചെയ്യുന്ന വിഷമാണ് മതം. അതായത് പാകിസ്ഥാനി വംശജരുടെ പ്രത്യേകത എന്താണ്? അവർ ഈ പറയുന്ന ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിലെ അംഗങ്ങളൊക്കെ 5 നേരം നിസ്കരിക്കുന്ന ആളുകളാണ്. പബ്ബിൽ പോയാൽ പോലും സമയമാകുമ്പോൾ പോയി നിസ്കരിച്ച് വരും. അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പെരുമാറുന്ന ആളുകളാണ്. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ ചെയ്ത് മയക്കുമരുന്ന് പോലും അവർ ഉപയോഗിക്കുന്നില്ല, അവരത് വിൽക്കുക ചെയ്യുന്നത്. അത് മതപരമായി ശരിയാണ് അവരെ സംബന്ധിച്ച്. മതപരമായ തെറ്റ് ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഐസിസ് കത്തി നിൽക്കുന്ന സമയത്ത് ഐസിസ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതായത് അന്ന് ഈജിപ്തിലെ ഒരു ഗ്രാൻഡ് മുഫ്തി വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, ഇസ്ലാം സ്നേഹമാണ്, ഐസിസിൻ്റെ പാതയൊന്നല്ല എന്ന്. അപ്പോൾ അന്ന് അവർ വെല്ലുവിളിച്ചിരുന്നു, ബാഗ്ദാദി വെല്ലുവിളിച്ചിരുന്നു, ഐസിസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. സംവാദത്തിന് വെല്ലുവിളിച്ചു, അവർ മുങ്ങിക്കളഞ്ഞു. കാരണം ഐസിസ് ചെയ്യുന്ന മതമാണ്, ശുദ്ധമായ മതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഭീകരതയാണ്. അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ചിന്ത കിട്ടുന്നത് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങെന്ന്? അതായത് എന്തുകൊണ്ടാണ് ഏജ് ഓഫ് കൺസെൻറ്റ് പ്രശ്നമല്ല, 16 വയസ്സോ 18 വയസ്സോ ഒന്നും പ്രശ്നമല്ല, 12ഉം 13ഉം വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കാം എന്ന് പറയുന്നത്? ആ ചിന്ത എവിടെ നിന്നാണ് വരുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ആ ചിന്ത വരുന്നത് അവരിപ്പോഴും പുരാതന കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായും ആധുനികവൽക്കരിക്കപ്പെടുന്നില്ല. മാത്രമല്ല ഇവർ പറഞ്ഞ ചില ഉദാഹരണങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ 18 വയസ്സ് വരെ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ 16 വയസ്സൊക്കെയാണ്, അതുവരെ നിങ്ങളൊരു കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് എന്തൊരു മോശം കാര്യമാണ്. ഈ 16 വയസ്സ് വരെ കുട്ടിക്ക് നിങ്ങൾ ഹോർലിക്സും ബൂസ്റ്റും കൊടുക്കാതിരിക്കുമോ? അവൾ പ്രായപൂർത്തിയായി, അവൾക്ക് വിവരം വെച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യണമെന്ന് അവരെങ്ങനെ തീരുമാനിക്കുക? അതുകൊണ്ട് തന്നെ 12 വയസ്സാകുമ്പോൾ അവളുടെ ശരീരത്തിൻ്റെ ആവശ്യം നിങ്ങൾ നിഷേധിക്കരുതെന്നൊക്കെ പറയുന്ന ഭീകരരായ ആളുകളുണ്ട്. ഇതിനെ ന്യായീകരിക്കുന്ന ലിബറലുകളുണ്ട്. ഈ ഏറ്റവും അപകടം, ഞാൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യരായി കാണുന്നത് ഈ ലിബറലുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ തിന്മകളെ മുഴുവൻ ന്യായീകരിക്കുക. നമ്മുടെ നാട്ടിൽ വരുന്ന ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗം കണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരാണിത് ന്യായീകരിക്കുക. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ പലപ്പോഴും പറയും ഇത് അപകടമാണ്. ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തെ അസിമുലേറ്റ് ചെയ്യാതാണ് ജീവിക്കേണ്ടത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരെവിടെ പോയാലും അവർ പാലും വെള്ളവും പോലെ വേർതിരിഞ്ഞ് കിടക്കും. അവരൊരിക്കലും ആ രാജ്യവുമായി ചേരില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പോയ ആളുകളുടെ പ്രശ്നം എന്താണ്? അവരവിടെ പോയിട്ട് അവരവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവരെ രാജ്യത്തോട് അലിഞ്ഞു ചേരല്ല. ഇപ്പം ലണ്ടൻ പോലെ നഗരത്തിൽ 15% കൂടുതലായി മുസ്ലിം ജനസംഖ്യ. അവിടെ പ്രകടനങ്ങൾ വരികയാണ്, ശരിയ വേണം. അതായത് അഭയാർത്ഥികളെപ്പോലെ പാഞ്ഞു വന്ന ആളുകൾക്ക് അവിടെ വെള്ളവും പണവും ഭക്ഷണവും കൊടുത്ത് അവരെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് കൈകൾക്ക് ആവേശം വെച്ചപ്പോൾ അവർക്ക് ബ്രിട്ടനോടല്ല കൂറ്, അവർക്ക് ശരിയ വേണം. ശരിയ ഫോർ ബ്രിട്ടൻ എന്ന് എത്ര പ്രകടനങ്ങൾ നടന്നു, എത്ര ഭീകരാക്രമണം നടന്നു. അപ്പോൾ 15% ജനസംഖ്യ ലണ്ടൻ നഗരത്തിൽ കൂടിക്കഴിഞ്ഞു. ഇനി അവിടെയൊക്കെയുള്ള പല ഗെറ്റോകളും ഉണ്ട് ഇപ്പോഴും, മുസ്ലിം ഗെറ്റോകൾ. അങ്ങോട്ട് കയറാൻ പോലീസിന് പോലും പേടിയാണ്. അപ്പോൾ ഈ കുരുക്കളൊക്കെ മതം ഉണ്ടാക്കുന്ന കുരുക്കാണ്. അത് ആരും പ്ലാൻ ചെയ്യുന്നില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും സംഘടനകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ ചോദിക്കും. ആരും പ്ലാൻ ചെയ്യേണ്ട, അത് അബോധമായി വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യണമെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ നിങ്ങൾ ചവിട്ടി പുറത്താക്കണം. അതിപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല. അതായത് ഇപ്പോൾ മതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ മതത്തിലില്ല.
അവർ കൃത്യമായിട്ട് നിസ്കരിക്കാനും പോകുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. ഭാഗികമായിട്ട് ഓക്കെ, ഇപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ ആൾ പറയുന്നതിൽ ന്യായമുണ്ട്, അങ്ങനെ ഭാഗികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ആരിഫ് ഹുസൈനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് ഇതിപ്പോൾ കുറച്ചുകൂടി മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ അതുമായിട്ടുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആളുടെ ഈ പറയുന്നതിലുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് പ്രകടമായി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ആൾ പറയുന്നത് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് 16 വയസ്സ്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് പണ്ട് 1500 വർഷങ്ങൾക്ക് മുന്നുള്ള മുഹമ്മദ് നബിയുടെ ആ ഒരു കാലത്തെ 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചതും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് അത് അന്നത്തെ കാലമല്ലേ, അന്നത്തെ കാലത്ത് ഒരാളെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് അതിന് ഈ ഒരു രീതിയിലുള്ള സെക്സുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു ഇസ്ലാമാണ്, ഇസ്ലാമോഫോബിയ അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അത് ശരിയാണ്. എന്താ വെച്ചാൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ കക്കൂസിൽ പോകണമെന്ന് പോലും പറയുന്ന ഒരു മതമാണ്. നമ്മൾ എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചൊരു സാധനമാണ്. വളരെ റിച്വലിസ്റ്റിക്കായ, വളരെ ഹിന്ദുമതം പോലെ ഒരു ഓപ്പണായൊരു മതം എന്നല്ല. ഇതിൻ്റെ പ്രശ്നമാണ് ഇതിൻ്റെ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനി മുസ്ലിങ്ങൾ അങ്ങനെ ആവാനുള്ള കാരണം അവർ ശരിക്കും മതത്തിൻ്റെ ഇരകളാണ്. അവർ പോലും മനസ്സിലാക്കുന്നില്ല. അവർ ഇപ്പോൾ പാകിസ്ഥാനിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ വന്നതെന്ന് തോന്നിയാൽ അത് 48-ൽ ഇവർ ശരിക്കും ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നു, ബ്രിട്ടനിൽ വലിയ മാന്ദ്യം വന്നു. അപ്പോൾ ചുരുങ്ങിയ ചിലവിന് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാനികളായ ആളുകൾ വരുന്നത്. പട്ടിപ്പണി നമ്മൾ പച്ചപ്പറയിലും പറയല്ലോ, ചെറിയ പൈസയ്ക്ക് ഇവന്മാർ വലിയ ആരോഗ്യമുള്ള അജാന ബാഹുക്കളാണ്, ഇവരങ്ങോട്ട് ജോലി ചെയ്തോളൂ. അങ്ങനെ ഒരു പണിയന്ത്രങ്ങളായി വന്ന ആളുകളാണ് ഇവർ. പിന്നീട് അവിടെ 65-ലോ മറ്റോ ഒരു മംഗ്ല എന്നൊരു ഡാം തകർന്നു പോയി. ആ ഡാം തകർന്നപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ 1,00,000 പേരെ, പാകിസ്ഥാനിലാണ് തകർന്നത്, ബ്രിട്ടീഷ് സർക്കാർ അനുഭാവപൂർവ്വം 1,00,000 പേരെ അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവർക്ക്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇസ്ലാം വന്നു പെട്ടാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവരുടെ ജനസംഖ്യ കൂടിയാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ആ 65-ൽ വന്നവരെ പുതുതലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർക്ക് എന്നിട്ടും ഇവർക്ക് ആ രാജ്യക്കാരാവുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഒരു 2 തലമുറ കഴിഞ്ഞാൽ നമ്മളെ 3 തലമുറ മുമ്പ് ആരായിരുന്നു ഉള്ള കാര്യം നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ രാജ്യം ബ്രിട്ടനിലാണ് ജനിച്ച ബ്രിട്ടൻ. ഞാൻ കൊച്ചിയിലാണ് ജീവിക്കുന്നത്, ഞാൻ കൊച്ചിക്കാരനാണ്, കോഴിക്കോട്ടുകാരനല്ല. കൊച്ചിയാണ് എനിക്ക് അന്നം തരുന്നതാണ് നമ്മൾ തമാശയായിട്ട് പറയുക. അപ്പോൾ അന്നം തരുന്ന രാജ്യമായ ബ്രിട്ടനോടല്ല ഇവരെ കൂറ് വരുന്നത്. അതാണ് ഈ ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ ഒരു കെണി. ആ കെണിയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ബ്രിട്ടൻ നശിച്ചാൽ അവർക്ക് യാതൊരു ചുക്കുമില്ല, ബ്രിട്ടീഷ് പെൺകുട്ടികൾ പിടിക്കപ്പെട്ടാൽ അവർക്കൊരു ചുക്കുമില്ല. ഇതാരും അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് പിന്നെ ഈ തവളയെ നീന്തം പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ മാതിരി ഇത് ഈ മത പ്രാക്ടീസിലൂടെ നമ്മൾ അവരെന്നുള്ള അവരെ ഒരു വൽക്കരണം അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പറയുമ്പോൾ ഇവർ നമ്മളെയാണ് നിങ്ങൾ അപരവൽക്കരണത്തിൽ കൂട്ടിക്കുന്നാണ് പറയുന്നത്. അതായത് മദ്യപാനം പാടില്ല നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് പറയുന്ന മാതിരിയാണ് ഈ പരിപാടി. അത് സത്യമാണ്. കാരണം ഈ കുഞ്ഞു കുട്ടികൾ വരെ, ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധ്യം ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി മതവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി പോലും അറിയാതെ പറയുന്നത് പലസ്തീനെ ഇങ്ങനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ പോലും ഇസ്രായേൽ പലസ്തീനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധമാണ് അവർ വളർത്തിയെടുക്കുന്നത്. അത് ശരിയാണ്. അതിന് വലിയൊരു പങ്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. ബ്രിട്ടനിലും ഈ കൊള്ളരുതായ്മ മുഴുവൻ ചെയ്ത ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നടപടിയെടുക്കുമ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും ബ്രിട്ടനിലെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഭാഗം അവിടെ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ്, എന്നാൽ അവർക്ക് പഴയ കമ്മ്യൂണിസത്തിൻ്റെ അസ്ക്യത ഉണ്ട്. അവരത് ഇങ്ങനെയാണ് അപരവൽക്കരണം പാടില്ല, ഇസ്ലാമോഫോബിയ പാടില്ല എന്ന് പറഞ്ഞൊരുക്കിയായിരുന്നു. ഇത് അപരവൽക്കരണ ഫോബിയൊന്നുമല്ല. ഒരു ഉള്ള കാര്യത്തെ, ഇങ്ങനെയൊരു സംഘത്തെ, പ്രവർത്തിക്കുന്ന സംഘത്തെ, ഈ സംഘം ഇതിനെ പടരാൻ കാരണം എന്താ വെച്ചാൽ ഒരാളൊരു കെണി ചെയ്താൽ, ഈ പുരുഷന്മാർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ബോയ്സിന്, അവരൊരു ലൈംഗിക പ്രവർത്തിയൊക്കെ ഏർപ്പെട്ടാൽ അവരത് പർവ്വതീകരിച്ച് മറ്റുള്ളവരോട് പറയും. അങ്ങനെ ഇതിങ്ങനെ പടർന്നു പോവുകയാണ്. അല്ലാതെ ഈ കുട്ടികളെല്ലാം കൂടി യോഗം ചേർന്നിട്ട് ഒരു സ്ക്വാഡ് ഉണ്ടാക്കി നാളെ മുതൽ ബ്രിട്ടീഷ് പെൺകുട്ടികളെ അങ്ങ് ശരിയായി കളയാന്ന് വിചാരിച്ച് വരുന്നതല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. മതം എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അടുപ്പിക്കരുത്. ഈ ലിബറലുകളുടെ പ്രശ്നം എന്താണ്? ലിബറലുകൾക്ക് ഈ കണി മനസ്സിലാവുന്നില്ല. ഇവർ പിടിക്കുന്നത് മുഴുവൻ ലിബറലുകളുടെ കുട്ടികളെയാണ്. അത് എൻ്റെ കാരണം എന്താ വെച്ചാൽ അവരങ്ങനെ ഒരു പ്രാക്ടീസ് അവർ കൊടുക്കുന്നില്ല. മറ്റവരിത് ഏത് ക്വസ്റ്റ്യനും, ഈ സാക്കിർ നായിക്കിൻ്റെയൊക്കെ ഫേക്കായ പരിപാടികളുണ്ടല്ലോ, ആളുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. പിന്നെ ഒരു മൗലവിയും ഒരു പള്ളിയിലച്ഛനും ഒക്കെ വന്നിരിക്കും. ഒരു സന്യാസിയും
പള്ളിയിലച്ഛനൊക്കെ വന്നിരിക്കും, സന്യാസി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും നല്ല വാക്ക് പറയണമല്ലോ. പള്ളിയിലച്ഛൻ എന്തെങ്കിലും നല്ല വാക്ക് പറയും, പിന്നെ സാക്കിർ നായിക്ക് മതം എടുത്തിട്ട് അങ്ങോട്ട് ഡീബങ്ക് ചെയ്യും. ഇതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇഷ്ടംപോലെ പ്രചരിക്കുന്നത്. ഇത് കാണുന്ന കുട്ടികൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇസ്ലാം എന്തോ ഭയങ്കര സംഭവമാണെന്ന്. ഇത് തന്നെയാണ് കോയാ കോളിങ്ങിൽ വിളിച്ച ആയിഷാനുള്ള പെൺകുട്ടി പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ സത്യസരണിയിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകളിൽ അവർ മറ്റ് മതപണ്ഡിതന്മാരോട് ഏറ്റുമുട്ടി അവർ മുഴുവൻ കണ്ടം വഴി ഓടി. അപ്പം നമ്മൾ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇരവാദത്തിലേക്ക് പോരുത്. എല്ലാ മതങ്ങളും നന്മയാണെന്നും എല്ലാ മതങ്ങളെ അസിമിലേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ വലിയൊരു കഥയല്ല. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒരു മതവും ഒന്നുമല്ല, മതം വിഷമാണ്, മനുഷ്യത്വമാണ് പ്രധാനം. മതം മനുഷ്യത്വം എത്രയോ അകലെയാണ്. മതപ്രേരിതമായ റേപ്പ്, ഒരു ഗ്യാങ് റേപ്പ്, 2.5 ലക്ഷം കുട്ടികളുടെ റേപ്പ് ചെയ്യാൻ ഒരു മതം കാരണമാക്കിയെങ്കിൽ ആ മതത്തിൻ്റെ ടോക്സിസിറ്റി എന്തായിരിക്കും? ആരും പറയാതെ ഹർത്താൽ ഉണ്ടാവുന്ന മാതിരിയാണ്. റൂമറുകളിലൂടെ വളരെയാണ്. അപ്പോൾ ആ ടോക്സിസിറ്റി ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രിട്ടൻ ഇപ്പോൾ ചെയ്യുന്നു വരുന്ന കാര്യമാണ്. പ്രിവെൻറ്റ് പോലത്തെ കാര്യങ്ങൾ, മതത്തെ പൊതുസമൂഹത്തിൽ ഘടിപ്പിക്കാതിരിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ഇന്ത്യക്കും ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പോലെ ഭീഷണി വരുമെന്ന് വരരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും വരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. കേരളത്തിലൊക്കെ സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ലിബറലുകളും വോക്കുകളും ഒരുപോലെ പറഞ്ഞു നടക്കുന്നത് എന്താണ്? ഇതേ കാര്യങ്ങളാണ് പറഞ്ഞു നടക്കുന്നത്. ഇവിടെ നമ്മൾ പല വിഷയങ്ങൾ ശ്രദ്ധയപ്പെടുത്തുമ്പോഴും പല ലവ് ജിഹാദ് പോലത്തെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പ്രൊപ്പഗൻഡ മാത്രമാണ്. അതൊക്കെ പിന്നെ എങ്ങനെയാണ് ഈ ഇത്രയും പെൺകുട്ടികൾ ഐസിസിലെത്തിയത്? ഷജീർ അബ്ദുള്ള എന്ന് പറയുന്ന മൂഴിക്കൽ ഉള്ള ഒരാളാണ്. NIT പൊട്ടിത്തെറിച്ചപ്പോഴാണ് അയാൾ, NIT പഠിച്ച ആളാണ്. NIT പഠിച്ച കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായിരുന്നു ഷജീർ അബ്ദുള്ളറിന്. ഒരു കുട്ടി NIT പഠിക്കണമെങ്കിൽ എന്തുമാത്രം ബ്രില്യൻ്റ് ആയിരിക്കണം. അയാൾ അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ പടന്നേന്ന് പോയിട്ടുണ്ട് 15 അംഗ ടീം. അപ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും അഫ്ഗാനിലും സിറിയയിലും എത്തിയിട്ടുണ്ട്. ISIS വിധവകൾ കേരളത്തിലുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണ്ടേ? ആ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഫോബിയ പരത്തരുതെന്നാണ് പറയുക. എല്ലാ മദ്യപാനികളും നിങ്ങൾ ഒരുപോലെ കാണരുത്. മദ്യപിച്ച് 1-2 പേരാ വഴി കിടക്കുന്നുള്ളത്. മദ്യപിച്ചിട്ട് 5-6 പേരാണ് ഭാര്യയെ തല്ലുന്നുള്ളത്. എന്നിട്ട് 99% മദ്യപാനികളെ പറയുന്നത് ശരിയുണ്ടോ എന്ന് ചോദിക്കുന്ന മാറ്റൊരു വികലമായ ന്യായം കൊണ്ടുവരികയാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഭീകരമായ കാര്യം ഈയിടെ KEN പറഞ്ഞത് ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാക്ക് പോലും നല്ലതാണെന്നാ. ഇയാൾക്ക് എന്താണ് ജിഹാദിനെ കുറിച്ചൊക്കെ അറിയാം? ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു? അന്നം തരുന്ന രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവിടുത്തെ റിസോഴ്സ് വെച്ച് അവർ ഫുള്ള് പഠിപ്പിച്ച് ആളുകളാക്കിയിട്ട് പിന്നെ അവർക്ക് ശരിയ വേണം. പിന്നെ അവർക്ക് ഈ ബ്രിട്ടൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വേനൽക്കാലത്ത് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ആളുകൾ അവിടുത്തെ രാജ്യമാണ്. അവർ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് അണിഞ്ഞിട്ടോ അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സുകൾ ഇട്ടിട്ടോ ഒക്കെ റോഡിലൂടെ ജോഗ് ചെയ്യും. അപ്പോൾ ഈ മുസ്ലിം ഗെറ്റോകൾ എടുത്തും ഇവർ കമൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ അടിപിടികൾ, പ്രശ്നങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് മതത്തിൻ്റെ വിഷം തന്നെയാണ്. ബ്രിട്ടനോടിൽ അലിഞ്ഞു ചേരുന്നില്ല, ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ അലിഞ്ഞു ചേരുന്നില്ല. അങ്ങനെ അത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പലരും ഇന്ത്യയിൽ അലിഞ്ഞു ചേരുന്നത് അവർ മതത്തിൽ നിന്ന് മാറിക്കുന്നതുകൊണ്ടാണ്. സൗദി അറേബ്യ പുരോഗമിക്കുന്നത് അവർ മതത്തിൽ നിന്ന് മാറിക്കുന്നതുകൊണ്ടാണ്. ബുർജ് ഖലീഫ ഉണ്ടാവുന്നത് മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പുരോഗമന സമൂഹം ആവുന്നത് നിങ്ങൾ മതത്തെ അടുപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് അതേ പറയാനുള്ളൂ. നമ്മൾ കോളേജിൽ പോകുന്ന കുട്ടികളോട് ആയാലും പിന്നെ ഇത്തരം കാര്യങ്ങൾ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം ഇതരമാണ്. സസ്യേതര ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ പോർക്ക് കിട്ടൂലല്ലോ. അതേപോലെ തന്നെ മതേതരം തന്നെ മതം ഇല്ല, മത ഇതരങ്ങളാണ്. അപ്പം മതം ഒരു ടോക്സിക് ആയ സാധനമാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ആരിഫ് ഹുസൈനെ പോലത്തെ ആളുകളുടെയൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ അത്തരമൊരു ക്യാമ്പയിൻ ശക്തമായി ബ്രിട്ടനിലുണ്ട് കേട്ടോ. യുക്തിവാദികളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ കൂടുതലായി വിമർശിക്കുന്ന ഒരു വിഭാഗവും പിന്നെ റിച്ചാർഡ് ഡോക്കിൻസ് വന്നതിന് ശേഷമാണ് നവനാസ്തികത എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഏറലാവുന്ന പരിപാടിയൊക്കെ വന്നു തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായ യുക്തിവാദ പ്രവർത്തനവും എല്ലാ മതങ്ങളെ ഒരുപോലെ വിമർശിക്കാതെ ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നതിൻ്റെ കൂടി ഫലമാണ് ഈ ബ്രിട്ടീഷ് ഗ്രൂമിംഗ് ഗ്യാങ്. ഇത് കേരളത്തിനും ഇന്ത്യക്കും വലിയ പാഠാണ് നൽകുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ പറയാണ്, എല്ലാ മതവും തുല്യമാണ് നല്ല നമ്മൾ പറയേണ്ടത്. ഒരു മതവും ഒരു പുല്ലുമല്ല. മതം വിഷമാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ പറയണം. അത് പറയാൻ നമ്മുടെ ലിബറലുകൾക്ക് നട്ടൽ വരുന്നില്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നട്ടൽ വരുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾക്ക് ഓഫ് കോഴ്സ്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ടൈംസ് നൗ എന്ന് പറയുന്ന ചാനൽ വലിയൊരു ചർച്ച നടത്തി. പിന്നെ ഗോഡി മീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്ന മറ്റ് ചാനലുണ്ടല്ലോ, അർണബ് ഗോസ്വാമിൻ്റെ ചാനലുകൾ, അവരൊക്കെ നടത്തി. എന്നല്ലാതെ നമ്മുടെ മുഖ്യധാരയിൽ വന്ന ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ
ഇത്രയും ഭീകരമായിരുന്നു ഈ സംഭവമൊന്നും, ഇതിൻ്റെ പിറകിൽ മതമാണെന്നും മാതൃഭൂമിയായാലും മനോരമയായാലും ഒന്നും എഴുതൂല. ഇത്ര ധൈര്യത്തോടെ പറയില്ല. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പോലും പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, 2 ലക്ഷത്തോളം പേർ പിടിതലായി എന്ന് അവർ പറയുന്നില്ല. കുറച്ച് പേര് ഉപദ്രവിക്കപ്പെട്ടു. അതിന് ഒരു കേടി സ്വഭാവമുള്ള റൗഡി ഗ്യാങ്ങാണ്. എന്നാൽ എല്ലാ റൗഡി ഗ്യാങ്ങുകളും ഇല്ലേ? എല്ലാവിടെയും ഇപ്പോൾ ബ്രിട്ടനിലെ പോലെ തന്നെ ഇവിടെയും പിന്നെ വംശീയാധിക്ഷേപവും പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തന്നെയാണെന്ന് തോന്നുന്നു കളിക്കുന്നത് അല്ലേ? ഇവിടെ അത് തന്നെയാണ് കളിക്കുന്നത്. അതിനൊപ്പിച്ച് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഇതിന് തട്ടൊരുക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതാണ് മതം, ഇത്രയും ടോക്സിസിറ്റി മതത്തിനുണ്ട്. അപ്പോൾ നമ്മൾ മതത്തെ, ഇവർക്ക് ഒന്നും ചെയ്യാനാവില്ല, ഇവർക്ക് മതത്തെ പേടിയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ കുമ്പിട്ട് വണങ്ങി ജീവിച്ചോളൂ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ ഒറ്റയെടുക്കുന്ന സമീപനം എന്തിനാണ് എടുക്കുന്നത്? അപ്പോൾ മതവിമർശനം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാനസികമായി അവർക്ക് താല്പര്യമുണ്ട്. മതം അങ്ങനെയാണെന്നൊക്കെ പറയാൻ അവർക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ മതരഹിതമായ ജീവിതം നയിക്കുന്നതാണ്. ഈ പറഞ്ഞ KN പോലും, ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ KN പോലും പൂർണ്ണമായും മതരഹിതനായി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു തരത്തിലും മതത്തിൻ്റെ ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു തെറ്റായ ആശയം തലയിൽ കയറുകയാണ്. ഈ തെറ്റായ ആശയങ്ങൾ തലയിൽ കയറുമ്പോൾ അതിനെ കൃത്യമായി ഡീബങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഈ പ്രശ്നമുണ്ടോ? ആ പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വൃത്തികേടായി കിടക്കുന്ന ആശയ പരിസരത്തെ തൂത്ത് വൃത്തിയാക്കുന്ന പരിപാടിയാണ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരിഫ് ഹുസൈൻ, പ്രവീൺ രവി, C രവിചന്ദ്രൻ, ജബ്ബാർ മാഷ്, ഇങ്ങനെ വലിയൊരു വിഭാഗം കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് സത്യമാണ്. നമ്മളാണ് ബ്രിട്ടൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പ്രവർത്തിക്കുന്ന ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം സത്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരെ ഇനിയെങ്കിലും ആൾക്കാർ കേൾക്കാനുള്ള മനസ്സ് കാണിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറയെങ്കിലും ഇതുപോലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ ഇരകളായിട്ട് മാറാതിരിക്കും. സത്യമാണ്. ഇപ്പം ഞാൻ പറട്ടെ, ഈ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് പോയ ആ പെൺകുട്ടി ആരിഫിൻ്റെ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ വായിക്കുകയോ മതങ്ങളെ വിമർശനാത്മകമായി പഠിക്കുകയാണോ ചെയ്താൽ അവർക്ക് ഈ പ്രശ്നം വരില്ല. അപ്പോൾ അവർ ആദ്യം ചോദിക്കില്ല, 2 പേർ പ്രണയത്തിലായി, എന്താണ് മതത്തിന് എന്താണ് ഇതിൽ പ്രസക്തി എന്നല്ല ചോദിക്കുക. ചേട്ടാ, ഇപ്പോഴത്തെ തലമുറ എന്തുകൊണ്ടോ ചോദ്യം ചെയ്യാനായിട്ട് മുതിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ തലമുറ എന്നല്ല, ഒരു ഇടക്കാലത്തെ ഒരു എന്താ പറയുക, ഒരു 10, 30, 40 അതിനിടയിലുള്ള ആൾക്കാരൊന്നും ഇത് ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അതിലേക്ക് ഞാൻ വരുമ്പോഴാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ തടയാമെന്നുള്ള റിപ്പോർട്ടിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പാരന്റിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ജെൻസിയും നമ്മുടെ തലമുറയും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് വന്നു വീണ, അതായത് നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പ് എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല, അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല, അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാവുന്നില്ല, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അവരുടെ കഥകൾ മനസ്സിലാവുന്നില്ല, ഒന്നും വലിയൊരു ഗ്യാപ്പ് വരികയാണ്. ഈ ഗ്യാപ്പ് ബ്രിട്ടനിലുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഞാനും എൻ്റെ മകനും തമ്മിൽ ഭയങ്കരമായ ഗ്യാപ്പുണ്ട്. പലതും അവൻ പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ബ്രിട്ടനിലും ഭയങ്കരമായ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പാണ് സത്യത്തിൽ ഈ ജിഹാദികൾ മുതലെടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്നേഹം എവിടുന്ന് കിട്ടുന്നു, രക്ഷിതാക്കൾ അപ്പം അവിടെ അവർ പറഞ്ഞത് ഇത്തരം സംഘങ്ങളിൽ കുട്ടികൾ പെടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് അവർ പറഞ്ഞത്, നിങ്ങൾ പാരന്റിങ്ങിൽ ശ്രദ്ധിക്കണം, കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കണം, കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, നിങ്ങൾ ജെൻസി ആവണം. ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രി എന്ന് VD സതീശനെ പറയുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ലെവലിലേക്ക് വരട്ടെ. അല്ലാതെ അവരെ ഇങ്ങോട്ട് ഉയർത്താൻ പറ്റില്ല. നമ്മൾക്ക് ഇത്തരം വിപത്തുകളെ തടയണമെങ്കിൽ രക്ഷിതാക്കളോട് വിജിലൻ്റ് ആവണം, അവർ ആ ലെവലിലേക്ക് താന്നു വരണം. അവർ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്നേഹം ഇവർ കയറേട്ടന്മാരായിട്ടാണ് വരിക. ഈ കുട്ടികളുടെ ഒരു സ്വഭാവം അറിയാലോ, അവരിട്ടൊരു നല്ല ഡ്രസ്സിനെ പോലും അഭിനന്ദിച്ചാൽ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ഇതിനൊന്നും സമയമില്ലാത്ത വീട്ടുകാരെടുത്ത് ഇവരിഷ്ടം പോലെ കയറേട്ടന്മാരാണ്. അച്ഛനും അമ്മയ്ക്കും നല്ല ജോലിയുണ്ട്, ഈ പിള്ളേർക്ക് പിന്നെ പ്രത്യേകിച്ചൊരു പണിയില്ല. അപ്പോൾ ഈ കയറേട്ടന്മാർ അങ്ങനെ വന്ന് ഒലിപ്പിച്ചുകൊണ്ട് വരും. ഈ പാവങ്ങൾ ഈ കുണിക്കപ്പെട്ടു എല്ലാവരും ഇവർ പിടിക്കില്ല കേട്ടോ, അതാണ് രസം. ഇവന്മാർ വളരെ ബുദ്ധിപൂർവ്വം പിടിക്കുള്ളൂ. അതായത് എല്ലാവരും വൾണറബിൾ ആയ ആളുകൾ ഇങ്ങനെ. അതുപോലെ തന്നെ വേറെ ടെക്നിക്ക് ഉണ്ട് ഇവർക്ക്. ഈ വേറിട്ട് നിൽക്കുന്ന ബ്രിട്ടനിലൊരു പരിപാടി ഉണ്ട് പോലെ, അച്ഛനും അമ്മയും തമ്മിൽ അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ കെയർ ഹോംസിലേക്ക് മാറ്റും കുട്ടികളെ. അങ്ങനെയുള്ളൊരു സംഭവം. ഈ കെയർ ഹോംസിൽപ്പെട്ട കുട്ടികളെ അവരെ പിന്നീട് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വന്നാൽ അവർക്ക് ആ ട്രോമ ഉണ്ടാവുമല്ലോ, ആ ട്രോമയിൽ കിടിച്ചിട്ട് കെയറേട്ടന്മാരായിട്ട് അങ്ങനെ അങ്ങോട്ട് നന്മമരങ്ങളെ അഭിനയിച്ച് അങ്ങനെ അങ്ങോട്ട് കയറി വരിക ചെയ്യുക. അപ്പോൾ ഇതൊരു ട്രാപ്പാണെന്നുള്ള കാര്യം ബ്രിട്ടന് മനസ്സിലായിട്ടില്ലായിരുന്നു. ബ്രിട്ടൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് ശക്തമായി തിരിച്ചറിയുന്നത്. പ്രിവെൻ്റൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ഞാൻ മറുനാടൻ മലയാളിയുടെ ലേഖനമായിട്ടാണ് എഴുതി, വിശദമായിട്ടൊരു ലേഖനമായിട്ട് ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ എഴുതി. അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ആലോചിച്ചോ, കൂട്ടത്തോടെ ഒരു കമൻറ്റ് ചെയ്യാണ്. ഇത് ഏതാനും പേർ ചെയ്തൊരു സാധനം മാത്രമാണ്. ജെമിനിയോട് ചോദിക്കുകയാണ് 2 ലക്ഷം പേർ എന്നുള്ളത് ഉണ്ടോയെന്ന്. അപ്പോൾ ജെമിനി പറയും ഇതിന് 2 ലക്ഷം പേരുണ്ടെന്നും തെളിവില്ല.
പക്ഷേ ഇത് ആരാണ് പറഞ്ഞത്? ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ഇത് വന്നത്. അവിടുത്തെ പഠന രേഖൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ 2.5 ലക്ഷം പേര് ബലാത്സംഗം ചെയ്തു എന്നല്ല പറയുന്നത്. 25-30 കൊല്ലം കൊണ്ട് 2.5 ലക്ഷത്തോളം വിക്ടിംസ് അതിലുണ്ടായി. റോട്ടർഡാം എന്ന് പറയുന്ന ഒറ്റ സ്ഥലത്ത് മാത്രം 14,000 പേരുണ്ട്. ഇത്രയും പെൺകുട്ടികൾ എങ്ങനെയായി? അതിൻ്റെ മോഡസ് ഓപ്പറൻഡി സ്നേഹം നടിച്ചു കൂടുന്നു, പിന്നെ പീഡിപ്പിക്കുന്നു, പിന്നെ മയക്കുമരുന്ന് കൊടുക്കുന്നു. ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. ഈ രീതിയിലൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിറകിൽ വന്നത് മതവിദ്വേഷമാണ്. മതം കൊടുക്കുന്ന ഒരു വല്ലാത്ത ടോക്സിസിറ്റി ഉണ്ട്. നിങ്ങൾ ടോക്സിക് ആയിക്കൊള്ളുന്നില്ല, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ടോക്സിക് ആവുകയും നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളെ സംഘത്തിൽ പെട്ടുപോയത്. അതാണ് ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവരൊക്കെ പാവങ്ങളായിരിക്കും. ആ സംഘത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇപ്പം ബ്രിട്ടനിലെ ടാക്സികൾക്ക് വരെ നിയന്ത്രണം വന്നത് അങ്ങനെയാണ്. ടാക്സിയിലിട്ടായിരുന്നു കുട്ടികളെ വ്യാപകമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മയക്കുമരുന്ന് കൊടുത്തുള്ള പീഡനങ്ങളും. അപ്പോൾ ആ സംഭവത്തെ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? വളരെ ശോചനീയമാണ്. അതുമാത്രമല്ല, ഈ നമ്മുടെ ബ്രിട്ടൻ പ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജിവെച്ചല്ലോ. അത് എപ്സ്റ്റീൻ ഫയലുമായിട്ട് ആളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു കാരണമാണല്ലോ. അപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൂമിങ് ഗ്യാങ് ഉൾപ്പെടെയുള്ള ഇതുപോലെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക, പീഡിപ്പിക്കുക, അങ്ങനെ ഒരു സംഭവം തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് ഈ രാജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. പക്ഷേ ബ്രിട്ടനിൽ വലിയ കോളുകളൊക്കെ അത് ഉണ്ടാക്കിയിരുന്നു. ഇത് ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ചയാണ്, കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പാരൻറ്റിങ്ങൾ ശ്രദ്ധിക്കണമൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇത് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും അവിടെ പറഞ്ഞൊരു കാര്യം BBC അടക്കമുള്ള പത്രങ്ങൾ എഴുതിയത് എപ്സ്റ്റീൻ ഫയൽസിൻ്റെ 1000 ഇരട്ടി ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നാണ്. എപ്സ്റ്റീൻ ഫയൽസൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി 2.5 ലക്ഷം കുട്ടികളെ കൊടുക്കുന്ന രീതിയിൽ പല ഭാഗത്തായി നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ മോഡസ് ഓപ്പറൻഡി സെയിം. ഇതാരോ ഒരു റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ നടന്നിട്ട് റിഹേഴ്സൽ ചെയ്ത് വരുന്ന മാതിരിയാണ് നടക്കുന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഉള്ളതിൻ്റെ ആ മാനസിക വ്യാപാരമാണ്, അതിൻ്റെ പഠനമാണ് ശരിക്കും ഞെട്ടിക്കുന്നത്. അതാണ് മതം. എനിക്കങ്ങനെ ചെയ്യാം, ആളുകളെ എൻ്റെ മതത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാണ്ട് പാകിസ്ഥാനികൾ എന്തെങ്കിലും ക്രൂരന്മാരായിട്ടല്ല. ഇപ്പോൾ 16 ലക്ഷത്തോളം പാകിസ്ഥാനികളുടെ ഒരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പാകിസ്ഥാനികൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു ഭാഗം ആളുകൾ സമാധാന ജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷേ ഈ സാധനം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാഞ്ഞിരക്കൊരു എന്ന് പറഞ്ഞാൽ പാഷാണം കുറച്ച് മതി, ഒരു തുള്ളി ഇട്ടാൽ മതി. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിന് പറയുമ്പോൾ നിങ്ങൾ നല്ലവരായ മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് ആളില്ലേ എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ നല്ലവരായ ആളുകൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പെട്ടി തക്കാളിയുടെ ഇടയിൽ ഒരു ചീഞ്ഞ തക്കാളി മതിയല്ലോ എല്ലാത്തിനും വ്യാപിക്കാനായിട്ട്. ഈ ന്യായ വൈകല്യങ്ങളാണ് കേരളത്തിൽ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകൾ നിരത്തുന്നത്. അവരിത് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് പെരുപ്പിച്ചതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല, തയ്യാറല്ല. ഇത്രയധികം എക്സാമ്പിൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കൂടി അവരത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മതസ്പർദ്ധയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറയുന്നത് ഇതാണ്. നമ്മൾ പറയുന്നത് ഈ നമ്മളുടെ ഇപ്പോൾ പലർക്കും നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ നല്ല പേടിയുണ്ട്. മംഗലാപുരത്ത് പഠിക്കാൻ പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ മംഗലാപുരത്ത് നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഭയം എന്താണ് അറിയോ? ഈ മതം മാറ്റി കളയാനുള്ള പേടിയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ വലിയ ഭീതിയാണ്. പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇവർ മതം മാറ്റി കളയുമെന്ന്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മുട്ട് വിറയ്ക്കുന്നത്? ഈ മുട്ട് വിറയ്ക്കാൻ കാരണം നമ്മൾ സത്യം അഭിസംബോധന ചെയ്യുന്നില്ല. ഇവിടെ മാധവിക്കുട്ടിയെ മതം മാറ്റിയ കാര്യം പറയാൻ നമുക്ക് പേടിയാണ്. മലബാർ കലാപത്തിൽ സംഭവിച്ച കാര്യം പറയാൻ പേടിയാണ്. നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സമൂഹമാണ്. ഉള്ളതുപോലെ പറയുകയാണ് വേണ്ടത്. അത് നമ്മൾ യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികളോട് ചെയ്യുന്ന ഒരു ഐക്യദാർഢ്യം കൂടിയാണ്. ഇവന്മാർ നിങ്ങളെയും കൂടി ദുഷിപ്പിക്കുകയാണ്. നിങ്ങൾ മതത്തിനെ അതേ വള്ളിപുള്ളി ഫോളോ ചെയ്യരുത്. മതത്തെ നിങ്ങൾ നേർപ്പിച്ച് ഉപയോഗിക്കണം. മദ്യം നിങ്ങൾ കുപ്പിയോടെ വിഴുങ്ങരുത്, വെള്ളം ചേർത്ത് അടിച്ചോളൂ. അതിൻ്റെ തൊലിപ്പുറമേയുള്ള നല്ല കാര്യങ്ങൾ എടുത്തോളൂ. ആഴത്തിലേക്ക് ഇറങ്ങരുത്. ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അബോധമായി നിങ്ങളെ സ്വാധീനിക്കും. ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഘടനയെ ആഹ്വാനമില്ലാതെ ഇത്രയും കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം അതാണ്. എന്നാൽ ബ്രിട്ടനിൽ വേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ എല്ലാ മതക്കാരും പല കേസുകളും പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വ്യാപകമായി പെട്ട കേസില്ല. ഇപ്പോൾ UK ഗ്രൂമിങ് ഗ്യാങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇത് ഓൺലൈൻ ഗ്രൂമിങ് ഗ്യാങ്ങിലോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ എന്താ പറയുക, മറ്റ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് നടന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ ഓൺലൈനാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത് എന്ന് പറയാം.
അപ്പോൾ അതിനെപ്പറ്റി ചേട്ടൻ എന്താ അല്ല, അത് അവിടെ ഉണ്ട് കേട്ടോ, അത്ര വ്യാപകമല്ലാന്നേ ഉള്ളൂ. അവിടെ സാധാരണമായിട്ട് ഇവർ പെൺകുട്ടികൾ, സ്കൂൾ കുട്ടികൾ സാധാരണ വരാനുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ നാട്ടിൽ പോലെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ടാവും, ഒരു കടയുണ്ടാവും, ജിമ്മുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ബീച്ച് ഉണ്ടാവും, പാർക്ക് ഉണ്ടാവും, സൗന്ദര്യവർദ്ധക ശാലകളുണ്ടാവും. അവിടെ നിന്നാണ് ഇവർ ഇര പിടിക്കുന്നത്. അവിടെ കൃത്യമായി നോട്ട് ചെയ്ത് ഇര പിടിക്കുന്നത്. പക്ഷേ അവിടെയും ഓൺലൈൻ പ്രവർത്തനം ഉണ്ട്. ഓൺലൈൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആസൂത്രിതമായിട്ട് അല്ല. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, സത്യം മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ, ജീവിതം അങ്ങനെയൊക്കെ ആയാൽ മതിയോ, മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ചെറിയൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വരുമോ? അപ്പോൾ അതിൽ 10 പേര് വന്നാൽ വൾണറബിളായ 2 പേരുണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ബാക്കിയുള്ളവർ തിരിച്ചു തള്ളും. ഈ 2 പേര് അവരുടെ മെൻ്റൽ ട്രോമയിലും അവരുടെ വ്യക്തി പ്രശ്നത്തിലും കയറി പിടിക്കും. അപ്പോൾ ഇത് അവിടെയുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ഈ റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട്. അത് നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സർക്കാരിന് എന്തെങ്കിലും മികവോ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ ഈവൻ BJPയുടെ പോലും മികവല്ല. ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾ അക്ഷീണം പണിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു സംശയം ഇവരെന്തെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ടുവരികയാണ്. നമ്മൾ സമാധാനമാണ്, നമ്മൾ സ്നേഹമാണ്, സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിത് കൃഷിയിടമാണെന്ന് പറഞ്ഞതിൻ്റെ ആയത്തും അതുമായി ബന്ധപ്പെട്ട കഥകളും എങ്ങനെ കൃഷിയിടമാവുന്നു അത് ആ ഗ്രൂമിങ് ഗ്യാങ്ങിലെ ഒരു പയ്യൻ അത് പറയുന്നുണ്ട്. ഇത് കൃഷിയിടമാണെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് സ്ത്രീകളെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള അധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇവർ പറയുന്നില്ല അതിൻ്റെ പിറകിൽ മതമാണെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മതമാണ് 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 പ്രശ്നം, മതമാണ് 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 വിഷം. മതത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, കാരണം അത് പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവൂ. പ്രിവെൻറ്റും ബീക്കണും പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ UK സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഏത് രീതിയിലുള്ള സംവിധാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഗ്രൂമിങ് ഗാങ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കുക? അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയേണ്ടത്. അതായത് അത്ര വ്യാപകമായി നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, മുളയിലേക്ക് നുള്ളനെങ്കിൽ സർക്കാർ നമ്മുടെ നാട്ടിൽ മതം പൊളച്ചേക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഇതെന്താണ്, സർവ്വമത പ്രാർത്ഥന, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. മതത്തെ അടുപ്പിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. സ്കൂളുകളിൽ ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവധികൾ കൊടുക്കുന്നുണ്ട്, ആഘോഷങ്ങളുണ്ട്, യോഗാദിനുണ്ട്, മതപരമായ ആചാരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മാറി നിൽക്കാൻ ഇന്ത്യ എന്ന രാജ്യത്ത് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനൊരു സംഭവം വരുമ്പോഴേ തന്നെ, അതായത് ഇസ്ലാമിക മൗലികവാദികളുടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷമാണ് ആദ്യം പറയുക, എന്താണ് ഇത് പരിപാടി നടക്കില്ല, ഇത് മുസ്ലിം ഇസ്ലാമോഫോബിയ പരത്തുകയാണെന്ന്. അപ്പോൾ നമ്മൾ രാഷ്ട്രം സെക്കുലർ ആവുക എന്നുള്ളതിനുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, സെക്കുലർ പറഞ്ഞാൽ എന്താണ്, നമ്മൾ യഥാർത്ഥ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതത്തെ രാഷ്ട്ര ശരീരത്തിലേക്ക് അടുപ്പിക്കരുത്. മതം ഒരു സ്വകാര്യതയാണോ? മതം, നിങ്ങൾ വിശ്വാസിയാണോ, നിങ്ങൾ പള്ളിയിൽ പോയിക്കോളൂ, റോഡിൽ ഇറക്കരുത്, റോഡിൽ നിസ്കരിക്കരുത്, റോഡ് ബ്ലോക്കാക്കി ഘോഷയാത്ര നടത്തരുത്, ശൂലം കുത്തരുത്. ഇത് നമ്മുടെ നാട്ടിൽ നടപ്പാവുന്ന യാതൊരു പ്രതീക്ഷ എനിക്കില്ല. പിന്നെ ഇവിടെ ഇത് വലിക്കാത്തത് എങ്ങനെയാണ്, ഇവിടെ സംഘപരിവാറിന് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് അവർ ഇസ്ലാമിസ്റ്റുകളെ കൃത്യമായി നോക്കുന്നുണ്ട്, NIA കൃത്യമായി നോക്കുന്നുണ്ട്, ഇവരുടെ ഈ പരിപാടികൾ മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നടന്നു പോകുന്നത്. അല്ലാതെ ഇത് ഇപ്പം ക്രിസ്ത്യൻ ടീംസിൻ്റെ മതപരിവർത്തനം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് അവർ നല്ല ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തിട്ടുണ്ട്, സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആദിവാസികൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് ഈ മതപരിവർത്തനം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ള കാര്യം നഗ്നമായ സത്യമാണ്. അത് വല്ലാതെ കുറഞ്ഞു. അത് കുറഞ്ഞത് UP മതപരിവർത്തന നിയമം വരികയും ഈ പറയുന്ന സംഘപരിവാർ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ മോണിറ്റർ ചെയ്യുന്നത് സെക്യുലർ സൊസൈറ്റി ഉണ്ടാക്കാനല്ല, അവരുടെ ആശയത്തിലേക്ക് ആളെ കൂട്ടാനാണെങ്കിൽ കൂടിയിട്ട് ഫലത്തിൽ അത് ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടിയാവുക. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഒന്നും ചെയ്യണ്ട, ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മതി, അന്വേഷണത്വരയെ, യുക്തിബോധത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. അത് നടക്കുന്നുണ്ടോ നമ്മുടെ സ്കൂളിൽ? നമ്മുടെ സ്കൂളിൽ നടക്കുന്നില്ല. മതാധിഷ്ഠിതമായ വിദ്യാഭ്യാസം മാറ്റി നിർത്തിയാൽ മതി. നമ്മൾ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുകയും റീസണിങ്ങിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന്, യുക്തിഭദ്രമായി എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന്, ഒരു പൗരനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയില്ല. സ്കൂളിൽ നടക്കുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു ശാസ്ത്രബോധം സ്കൂളിങ്ങിലേക്ക് വ്യാപിപ്പിക്കാനാണ് നമ്മൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ബ്രിട്ടനിലെ പോലത്തെ പ്രിവെൻറ്റ് പോലത്തെ പരിപാടികൾക്കൊന്നും സമയം ഇവിടെ ആയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ കാരണം കൂടിയാണ്. മറുഭാഗത്ത് മറ്റും ബ്രിട്ടനിൽ അങ്ങനെ ഒരു അവസ്ഥ അല്ല. ബ്രിട്ടൻ ലിബറൽ സൊസൈറ്റി ആയിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ആ തുറന്ന് കിടക്കലാണ്, ആ ഹൃദയവിശാലത ഓവറായിപ്പോയതാണ് ബ്രിട്ടന് വന്ന പ്രശ്നം. അതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.